മടങ്ങി വരുമ്പോൾ വീണ്ടും വയനാട് ഉരുൾപൊട്ടലിൽ ഓട്ടോറിക്ഷ നഷ്ടമായ ചൂരൽമല സ്വദേശി മുഹമ്മദ് അലിക്ക് പുതിയ ഓട്ടോറിക്ഷ ലഭിക്കും. മലപ്പുറം സ്വദേശി ആര്യ അന്തർജനമാണ് ഓട്ടോറിക്ഷ വാങ്ങി നൽകുന്നത്. അഡോറ എന്ന സംഘടന വഴിയാണ് ഈ സഹായം അദ്ദേഹത്തിന് ലഭ്യമാക്കുന്നത്. ഓട്ടോറിക്ഷ നഷ്ടമായ വാർത്ത ഇന്നലെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. വയനാട്ടിലെ ദുരന്തബാധിതർക്കായി നാടിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സഹായ പ്രവാഹങ്ങൾ ഉണ്ടാവുകയാണ്. നമുക്കൊപ്പം അഡോറ എന്ന ഏജൻസിയുടെ ഭാരവാഹികളാണ്. താരിഖ് കടവൻ അടക്കമുള്ളവരാണുള്ളത്. ഈ വാടക വീടുകൾ ഒരു വലിയ പ്രശ്നം തന്നെയാണ്, ആളുകൾക്ക് ഇത്രയധികം ആളുകളെ താമസിപ്പിക്കാൻ. അഡോറയുടെ നേതൃത്വത്തിൽ എവിടെയൊക്കെയാണ് തരപ്പെടുത്തി ഇപ്പോൾ നൽകിയിരിക്കുന്നത്? ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട്. ഒരുപാട് സ്കൂൾ, നമ്മൾ സെന്റ് ജോസഫ് സ്കൂൾ, UP സ്കൂൾ തുടങ്ങിയ അരപ്പറ്റ സ്കൂൾ ഉൾപ്പെടെ ഒരുപാട് സ്കൂൾ, SKNJ സ്കൂൾ ഉൾപ്പെടെയുള്ളവർക്ക് ക്യാമ്പുകളിൽ ഇപ്പോഴും താമസിക്കുന്നവർക്ക് വാടക വീട് പോലും തരപ്പെടാത്ത രീതിയിലാണ് കാര്യങ്ങളുള്ളത്. ഗവൺമെന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ മുനിസിപ്പാലിറ്റി ഒക്കെ ആ രീതിയൊക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും എത്തിപ്പെടാൻ അല്ലെങ്കിൽ വാടക റൂം കിട്ടാത്ത വിഷയങ്ങളൊക്കെ ഉണ്ട്. കാരണം വലിയ വാടക, ഒന്ന് പഞ്ചായത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന വാടക താങ്ങാൻ കൊടുക്കുന്ന ലിമിറ്റേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞുള്ള മേലോട്ടുള്ള വാടക എത്താൻ പറ്റുന്ന ഒരു വലിയ ഫാമിലിയൊക്കെ, 1-2 കുടുംബങ്ങളുള്ള ഫാമിലിക്കാണെങ്കിൽ ചെറിയൊരു കോട്ടേഴ്സിലേക്ക് മാറാം. അല്ലാത്ത ഒരു 8-10 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് കോട്ടേഴ്സ് റൂമിലേക്ക് മാറാനുള്ള പ്രയാസങ്ങൾ, അവർക്ക് ഒറ്റപ്പെട്ട ഒരു വീട് പോലത്തെ വീടുകളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഉള്ള പ്രയാസങ്ങൾ. അതിന് ഭാഗമായിട്ട് അഡോറ ഇപ്പോൾ 2-3 വീടുകൾ ഇപ്പോൾ നിലവിൽ കൽപ്പറ്റ ടൗൺ, 1 വെങ്ങപ്പള്ളി ഉൾപ്പെടെ 3 വീടുകളും, കമ്പളക്കാട് ഇപ്പോൾ 2 വീടും. കമ്പളക്കാട് ഉദ്ദേശം പള്ളിമുക്കിലൊരു വീട് എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്, പിന്നെ ഷുക്കൂർ മണക്കടവൻ, അവൻ്റെ ഒരു വീട് ഖത്തറിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന് വീട് നിലവിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുടുംബമായി സംസാരിച്ചിട്ട് അവർ നാളെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ട് അവരെയും കൂടി മാറ്റി നടക്കുമ്പോൾ ഒരു 4ഓളം കുടുംബത്തെ നമുക്കിപ്പം വാടക വീട്ടിലേക്ക്, വാടക ഇല്ലാതെ ഒരു വീടിന് മാത്രമാണ് ഇപ്പം വാടക ഏറ്റിട്ടുള്ളൂ. ബാക്കിയൊക്കെ സൗജന്യമായിട്ടാണ്. ഓരോരുത്തർ ഇതേപോലെ തന്നെ ഉദാര മനസ്കർ നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അഡോറേൻ്റെ ഭാരവാഹികൾ സംസാരിക്കുമ്പോൾ അവർ നൽകുകയാണ് ചെയ്തത് ഇതുവരെ. അപ്പോൾ അവരെയും കൂടെ നാളെ മാറ്റണം. മാറ്റുന്നതിന് പുറമെ ഈ വീടുകളിലെ കോട്ടേഴ്സിലൊക്കെ ഇവർക്ക് വേണ്ട വീട്ടുപകരണങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഒന്നും എടുക്കാൻ അല്ലെങ്കിൽ ആധാർ കാർഡ് പോലും ഇല്ലാതെ, കയ്യിലുള്ള ഡ്രസ്സ് പോലും ഇല്ലാതെ ഇറങ്ങി വന്ന ക്യാമ്പിലേക്ക് വന്നവരാണ്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അഡോറ ചെയ്യാൻ വന്നിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അവർക്കുള്ള ഭക്ഷണ കിറ്റിന്റെ പുറമെ അലമാര, കട്ടിൽ, ചെമ്പ്, പാത്രങ്ങൾ എല്ലാം ഒരു അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ ഉൾപ്പെടെ, ഒരു ബെഡ്റൂമിലേക്ക് വേണ്ട സാധനങ്ങൾ ഉൾപ്പെടെ, കുട്ടികളുടെ പഠനോപകരണങ്ങൾ ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെയും ഒരു കുടുംബത്തിനും കൂടെ ഇതേപോലെ തന്നെ വാങ്ങിക്കാനുള്ള കൊട്ടേഷൻ എടുത്തു. അതും നാളെ ഈ വീട് മാറുന്നതോടുകൂടി അവർക്കും കൂടെ നൽകും. അങ്ങനെയുള്ള കുടുംബത്തെ ഇനിയും ചേർത്ത് പിടിക്കാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ കളക്ടറേറ്റിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരനെ മജീദ് മാഷ് ഉൾപ്പെടെ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. അഡോറയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്നു. ആയിക്കോട്ടെ, ഞങ്ങൾ നാളെ രാവിലെ കളക്ടറേറ്റ് മീറ്റിങ്ങിന് വേണ്ടി ടൈം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു 10-20 ഫാമിലിനെ ഇതേപോലെ വീണ്ടും ഏറ്റെടുത്ത് അവർക്കൊരു ഷെൽട്ടർ ആവുന്നവരെ ഏറ്റെടുക്കാൻ തന്നെയാണ് തീരുമാനം. ഞങ്ങൾ കഴിഞ്ഞ ഫ്ലഡ് കാലത്തും ഇതേപോലെ അഡോറ ഒരുപാട് കുടുംബങ്ങൾക്ക്, ഒരു 10ഓളം വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്, വീട് നഷ്ടപ്പെട്ടവർക്ക്. അതുപോലെ പുത്തുമല ഫ്ലഡിന്റെ സമയത്തും ഞങ്ങൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഞങ്ങൾ ഇറങ്ങിയില്ല. കാരണം ഇനി അവസാന ഘട്ടത്തിലേക്ക് കുറച്ച് ഇതിനകത്ത് അവകാശികൾ വരും ഞങ്ങൾക്ക് അറിയാം. കാരണം ആദ്യ സ്റ്റാർട്ടിങ്ങിൽ കുറേ സ്പോൺസർമാരുണ്ടെങ്കിലും ഗവൺമെന്റ് ഭാഗത്തുനിന്നൊക്കെ കിട്ടാത്തവരുണ്ടെങ്കിൽ എന്നും തന്നെ നോക്കിയിരുന്നു. 4ഓളം കുടുംബത്തിനെ പുത്തുമല കഴിഞ്ഞവട്ട ഫ്ലഡിൽപ്പെട്ട ആളുകൾക്ക്, പുത്തുമല ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്കുള്ള വീടുകൾ വെച്ച്, പ്രത്യേകിച്ച് മേപ്പാടി, കാപ്പങ്കുലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതേപോലെ തന്നെ ഈ പിന്നെ മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് പെട്ട ആളുകൾക്ക് ഇതേപോലെ ഗവൺമെന്റായി സഹകരിച്ചു കൊണ്ട് തന്നെയാണ് അവരെ പറയുന്ന നിർദ്ദേശാനുസരണം അവരെ ഒരു 10ഓളം കുടുംബത്തെയും ഞങ്ങൾ വീണ്ടും ഏറ്റെടുക്കാൻ തന്നെ ഞങ്ങളുടെ തീരുമാനങ്ങൾ. മറ്റൊരു സന്തോഷ വാർത്ത നമുക്കുള്ളത്, നമ്മൾ നേരത്തെ വാർത്ത ചെയ്തിരുന്നു മുഹമ്മദ് അലിയുടെ കാര്യം. ഈ ചൂരൽമലയിലുള്ള മുഹമ്മദ് അലിക്ക് ഓട്ടോറിക്ഷ നഷ്ടമായി, ജീവിതമാർഗമൊക്കെ നിലച്ച ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു ഓട്ടോറിക്ഷ വാങ്ങി നൽകാനും കൂടെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അത് അലി, പിന്നെ അലിന്റെ വീട്ടിലേക്ക് അവന്റെ ഒരു അമ്മായിന്റെ ഒരു വീട്, അതും പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു 400 സ്ക്വയർ ഫീറ്റിന്റെ വീട് അവർ കൂടിയിട്ടില്ല, അവർ വിധവയാണ്. അപ്പോൾ ആ വീട് തൽക്കാലം താമസിക്കാൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അവനെ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യും. അവൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങൾ ഒന്നും മോശമാക്കിയില്ല. കാരണം അവനൊരു പുതിയ വീടെടുത്ത് മാറുമ്പം അവനക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫർണിച്ചർ തന്നെ, എല്ലാം ഫ്രഷ്, നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒരു സ്പോൺസറെ കണ്ടെത്തി അദ്ദേഹം സ്പോൺസർഷിപ്പ് ചെയ്യും. ആ സാധനങ്ങൾ മുഴുവൻ എത്തിച്ചു കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കഴിക്കുകയാണ്. എന്തായിരുന്നു നിന്റെ ജോലി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്ന് പറയുന്നത്. അപ്പോഴാണ് അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവൻ ഓട്ടോറിക്ഷൻ്റെ ഒരു ഗ്ലാസിന്റെ കഷ്ണം പോലും കിട്ടിയില്ല, വണ്ടി എവിടെയാന്ന് പോലും എനിക്കറിയില്ല എന്നുള്ള സങ്കടത്തോടു കൂടി ചിരിച്ചുകൊണ്ടാണ് അലി പറഞ്ഞത്. പക്ഷെ പറയുമ്പോഴും അലിന്റെ ഉള്ളിൽ വിങ്ങലാണെന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നീട് രാത്രി ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം, അവനെ പറഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നർഗീസ് ബീഗായിട്ട് സംസാരിച്ചു. മാഡം, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അതുപോലെ നമ്മളെ
ട്രഷറാണ് സതീശൻ പന്താവൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് രാത്രി സംസാരിച്ചു. നമുക്ക് നോക്കാം എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെയാണ് ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒരു ഓൺലൈൻ മീറ്റിങ്ങോടുകൂടി തീരുമാനിച്ചു അലിക്കൊരു വണ്ടി വാങ്ങിക്കൊടുക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. വെറുതെ ആലോചിച്ചു, അലിനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് അലിനോട് ഇന്ന് രാവിലെയാണ് ഞാൻ വിളിച്ചത്. അലിനോട് അലി എന്താ സ്ഥിതി, ഓട്ടോറിക്ഷൻ്റെ ഇൻഷുറൻസ് കിട്ടുമോ? അത് വന്ന് പറഞ്ഞാൽ ഇൻഷുറൻസുകാരോട് ക്ലെയിം ചെയ്തിട്ടുണ്ട്, അവർ വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ശരി, ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ തന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. ഇനിയിപ്പം വണ്ടി ചൂരമല ഭാഗത്തേക്കുള്ള പെർമിറ്റ് കിട്ടുമോ, ഓടാൻ കഴിയുമോ, ഇനി ഇൻഷുറൻസ് കിട്ടിയാൽ തന്നെ വണ്ടി എനിക്ക് വാങ്ങാൻ കഴിയുമോ അറിയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു ഇനി ടെൻഷൻ അടിക്കേണ്ട, വണ്ടി എന്തായാലും അഡോറ ഏറ്റെടുത്തിട്ടുണ്ട്, നർഗീസ് ബീക്ക് ഏറ്റെടുത്തിട്ടുണ്ട്, വണ്ടി നമുക്ക് എന്തായാലും വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ സ്പോൺസറൊന്നും ആയിട്ടില്ല. പക്ഷേ സ്പോൺസർഷിപ്പിന് ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അഡോറേണ്ട സമയത്തോളം ഒരു വീട് ഞങ്ങൾ ആരെയും കണ്ടു കഴിഞ്ഞാൽ ഒരു അർഹതപ്പെട്ടൊരു ഫാമിലിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അന്നേരം സ്പോൺസർഷിപ്പ് ഞങ്ങൾ ആരെയും വരും എന്ന പ്രതീക്ഷയാണ്. ഇപ്പോൾ ഞങ്ങൾ മുമ്പിൽ കേൾക്കുന്ന ഈ വണ്ടി അടക്കം അങ്ങനെയാണ്. കാരണം ഞങ്ങൾ ഈ ദോസ്ത് പോലത്തെ ഒരു വണ്ടി ഞങ്ങൾക്ക് വാങ്ങി തന്നത് പിന്നെ ഷാഹി ഗ്രൂപ്പിന് അഷ്റഫിക്കാണ്. ഞങ്ങൾ ഇതേപോലെ ഒരു പോസ്റ്റ് ഇട്ടാണ്. കാരണം ഞങ്ങളെ ഈ ഡ്രസ്സ് സാധനങ്ങൾ സൗജന്യ വസ്തുക്കളുടെ ഡ്രസ്സ് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ കട്ടിൽ അലമാര പാവപ്പെട്ടവർക്ക് ആരെങ്കിലുമൊക്കെ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അടക്കം ചിലപ്പോൾ സ്പോൺസർ ചെയ്യും. അത് അർഹതപ്പെട്ട ഏതെങ്കിലും ഫാമിലിക്ക് എത്തിക്കൊടുക്കാനൊക്കെ വണ്ടി വാടക എടുക്കുന്നതിന് പകരം ഒരു വണ്ടി തൽക്കാലം വാടക ഇല്ലാണ്ട് വരുമോ എന്ന് ചോദിച്ച് പോസ്റ്റ് ഇടും ഞങ്ങൾ നർഗീസ് ബീഗം ഡയറക്ടർ. അത് കണ്ടിട്ടാണ് അഷ്റഫ് നിങ്ങൾ ഇനി ആരെയും സ്പോൺസർഷിപ്പ് ചോദിക്കുക, വണ്ടി ഫ്രീ ആയി കിട്ടുമെന്ന് ചോദിക്കേണ്ട, ഒരു വണ്ടി ഞാൻ വാങ്ങിത്തരാനാണ് കഴിഞ്ഞ മാസമാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഈ വണ്ടി വരുന്നത്. അതേപോലെ ആരെങ്കിലും വരും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷ. പക്ഷേ ഞങ്ങളൊക്കെ സത്യത്തിൽ പിന്നെ അക്ഷരത്തിൽ ഒരു ഇതാക്കിക്കൊണ്ട് ഇപ്പോൾ കുറഞ്ഞ ഒരു 12 മണിക്കാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അഡോറയുടെ ട്രഷറും ഞങ്ങൾക്ക് സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങാൻ വേണ്ടി 2 ഏക്കർ വാങ്ങിത്തന്നതുമായ അദ്ദേഹത്തിന് അമ്മ ആര്യ അന്തർജന്റെ പേരിൽ സതീശൻ പന്താവൂരാണ് വണ്ടി ഇനി സ്പോൺസർ തപ്പണ്ട, അമ്മേൻ്റെ പേരിൽ ഞാൻ വണ്ടി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം 12:10 എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ അലീനോട് ഞാൻ അപ്പോൾ സ്പോട്ടിൽ ആ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ അലീനെ വിളിച്ചു. അലി വണ്ടീനെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട, കൊട്ടേഷൻ വാങ്ങാം, വണ്ടി നമുക്ക് ഈ ആഴ്ച തന്നെ നമുക്ക് വാങ്ങിക്കളയാമെന്ന് അലീനോട് ആ സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ വണ്ടി വാങ്ങും, ഷുവർ. തീർച്ചയായും അതാണ് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ദുരിതമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനായി സുമനസ്സുകൾ എല്ലാ ഇടത്തു നിന്നും ഒഴുകിയെത്തുന്ന കാഴ്ച. അലിക്കിനി ഒരാഴ്ചക്കുള്ളിൽ ഈ കൊട്ടേഷനും മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയാൽ വാഹനവുമായി വീണ്ടും ചൂരൽമലയ്ക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മുടെ സുമനസ്സുകളുടെ വലിയ സാന്നിധ്യമാണ്. അവരെല്ലാവരും ഓരോ തരത്തിലുള്ള നഷ്ടം നേരിടുന്നവർക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. പണത്തിനപ്പുറത്തേക്ക് നഷ്ടപ്പെടലുകൾക്ക് അതിന് പരിഹാരമുണ്ടാക്കാൻ സുമനസ്സുകൾ തയ്യാറാവുന്നു എന്നതാണ് മനോഹരമായ ഒരു കാഴ്ച അവിടെ നിന്നുണ്ടാവുന്നത്.